ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ 2 പീസ് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്റ്റീക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ ഇതിങ്ങനെ ഒന്ന് കണ്ടോ, ഇതിനെ നമുക്കൊന്ന് ഇതേമാതിരി ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. കണ്ടോ, ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുരുമുളകും ഉപ്പ് മാത്രമേ വേണ്ടുള്ളൂ, വേറെ ഒന്നും ആവശ്യമില്ല. നന്നായി പരട്ടിയിട്ട് കുറച്ച് സമയം അവിടെ വെച്ച് വെച്ചാൽ മതി. കണ്ടോ, ഇതുമാതിരി ഇത് നന്നായി വാഷ് ചെയ്തതാണ്. ഇത് നമുക്ക് ഉപ്പും കുരുമുളകും പറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കണ്ടോ, നന്നായി പിടിപ്പിച്ച് കൊടുക്കണം. അതുപോലെ തിരിച്ച് വെച്ചിട്ട് കണ്ടോ, കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇത് കുരുമുളകിൻ്റെ പൊടിയാണ്. ഞാൻ ഇപ്പോൾ ഉപ്പ് തേച്ച പോലെ തന്നെ 2 വശം തേച്ച് കൊടുക്കുക. ഈ വശം ഉണ്ടോ, 2 വശം തേച്ച് കൊടുക്കണേ. ഇനി ഇത് നമുക്കൊരു 2 മണിക്കൂർ അവിടെ വെച്ച് കൊടുക്കാം. ഇത് വൈറ്റ് പെപ്പറാണ്. ബ്ലാക്ക് പെപ്പർ ഉണ്ടെങ്കിൽ അത് പറ്റി കൊടുത്താൽ മതി. ഇതൊരു 1-2 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് അതിൽ കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് ഇതിലേക്ക് ഞാൻ 2 മണിക്കൂറോളം പരത്തി വെച്ചതാണ്. തീ ചെറുതാക്കി വെച്ചെടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും വെന്ത് കിട്ടുള്ളൂ. അത് മുഴുകി വെച്ചാൽ കണ്ടോ, തീ ചെറുതാക്കിയിട്ട് വെച്ച് കൊടുക്കാവുള്ളൂ. കുറച്ച് വെളുത്തുള്ളി നമുക്ക് ഇതിൻ്റെ മേലെ അങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടോ, നമുക്കിതൊന്ന് തിരിച്ച് കൊടുക്കാം. കണ്ടോ, കുറച്ച് മുഴുകി വന്നിട്ടുണ്ട്. തീ ചെറുതാക്കി വെച്ച് കൊടുക്കണം. കണ്ടോ, അപ്പോൾ നമുക്ക് ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ. ചിലർക്ക് ഇത് ഹാഫ് വേവ് മതി, പക്ഷെ ഫുൾ വേവായാലും കുഴപ്പമില്ല. ഉണ്ടോ, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെളുത്തുള്ളി ആ ഭാഗം നന്നായി ഒന്ന് മുരിഞ്ഞിട്ട് ഇത് പായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാ ഇതുപോലെ ഉണ്ടാക്കി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കണ്ടോ, ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ പാത്രത്തിൽ ഉണ്ടാക്കണേ. കുറച്ച് കനമുള്ള പാത്രത്തിൽ നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഒരു പാത്രം കൊടുന്ന് വെച്ചിട്ടുണ്ട്, നമുക്കത് സെർവ് ചെയ്യാം. സവാള തക്കാളിയൊക്കെ കഴിക്കുന്ന സമയത്ത് കഴിക്കണേ, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണ്ടോ, നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. കണ്ടോ, ഇതുപോലെ ഉണ്ടാവും. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യാം. കണ്ടോ, ചെറുനാരങ്ങൻ്റെ നീരൊക്കെ വെച്ചിട്ട് കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.